പ്രവാചകൻ്റെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഒരു ദിവസം വളരെ ഒത്ത തടിയുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് സ്വഹാബത്ത് കേൾക്കുകയാണ്. അവർ സംസാരിക്കുന്നത്, അയാളെ നമ്മൾ യുദ്ധങ്ങളിലൊന്നും കാണാറില്ലല്ലോ, ജിഹാദിൻ്റെ ഇടങ്ങളിലൊന്നും അയാളെ കാണാറില്ല. അയാൾ വരികയാണെങ്കിൽ എത്ര ഉഷാറാകും എന്നാണ്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സ്വന്തം മാതാപിതാക്കൾക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാനും മറ്റുള്ളവൻ്റെ മുന്നിൽ കൈനീട്ടാതിരിക്കാനും വേണ്ടി നിർവഹിക്കപ്പെടുന്ന ജോലി, അമല്, തൊഴിൽ, അത് തന്നെയും ജിഹാദാണ്. അയാൾ വലിയ പ്രാരാബ്ധക്കാരനാണ്. ആ നിലക്ക് അയാൾക്ക് ജിഹാദിൻ്റെ പുണ്യമുണ്ട് എന്നാണ്. രാവിലെ തൊഴിലിടത്തിലേക്ക് ഇറങ്ങുന്നവരാണ് നമ്മളിൽ 99% ആളുകളും. ആ തൊഴിലിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ചിലപ്പോൾ വാഹനം ഓടിക്കലാകാം, കച്ചവടമാകാം, അധ്യാപനമാകാം, കൃഷിയാകാം, മറ്റു കൂലിത്തൊഴിലുകളാകാം. ഏതാണെങ്കിലും അതൊക്കെ പുണ്യങ്ങളാക്കി മാറ്റാനുള്ള ഒരു നിയ്യത്തിനെ കുറിച്ചാണ് ഈ ഹദീസ് നമ്മളോട് പറയുന്നത്. അഥവാ ആ തൊഴിലിൻ്റെ പരിശ്രമങ്ങളുടെ മണിക്കൂറുകൾ പോലും നമുക്ക് കൂലിയായി മാറുന്ന, അതിനുവേണ്ടി നടത്തുന്ന യാത്രകൾ, അതിനുവേണ്ടി നടത്തുന്ന ഉറക്കമൊഴിക്കലുകൾ, അതിനുവേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ, ഇതെല്ലാം നമുക്ക് പുണ്യമായിട്ട് മാറും. എപ്പോൾ ഒന്ന് ആ നിയ്യത്ത് അങ്ങനെ വേണം. ഞാനിതിലൂടെ ഉണ്ടാക്കുന്ന സമ്പാദ്യം, അതുണ്ടാക്കിയാലേ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന, മറ്റുള്ളവരുടെ ഔദാര്യങ്ങൾ സ്വീകരിക്കുന്ന സാഹചര്യം ഇല്ലാതാവുകയുള്ളൂ. എന്നാലും ചിലപ്പോൾ മനുഷ്യൻ്റെ ഒരു ജീവിതാവസ്ഥയും പ്രതിസന്ധികളൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ വേണ്ടി വരും. പക്ഷേ ഇസ്ലാം എപ്പോഴും സ്വന്തം കൈകളിൽ, വ്യക്തിയുടെ കൈകളിൽ സമ്പാദ്യമുണ്ടാകാനുള്ള ശ്രമങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. പ്രവാചകൻ്റെ അടുത്ത് വിഭവങ്ങൾ ചോദിച്ചു വന്ന ദരിദ്രനായൊരു മനുഷ്യനെ പ്രവാചകൻ കൈകാര്യം ചെയ്ത രീതി ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് വല്ലതും ചോദിച്ചപ്പോൾ പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, നിൻ്റെ വീട്ടിൽ എന്താണുള്ളത്? വെള്ളം കുടിക്കണേ, വെള്ളം സൂക്ഷിക്കണേ, കുടിവെള്ളം സൂക്ഷിക്കണേ ചെറിയൊരു പാത്രം, പുതക്കാനുള്ളൊരു പുതപ്പുണ്ട് നബിയെ, വേറൊന്നുമില്ല. അപ്പം എന്തുമാത്രം വലിയ ദാരിദ്ര്യമാണ്. പ്രവാചകൻ അത് രണ്ടും കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. കൊണ്ടുവന്നിട്ട് പ്രവാചകൻ ഉറക്കെ ചോദിച്ചു, ഇത് ആരാണ് വാങ്ങുക? അപ്പോൾ ആരോ ഒരാൾ 1 ദീനാറിന് ഞാൻ വാങ്ങിക്കോളാം നബി എന്ന് പറഞ്ഞു. വാങ്ങണ ആൾക്കാരൊക്കെ അതേപോലെ ദരിദ്രന്മാരാണ്. എന്തിനാണ് നബി ഇത് ഉയർത്തിപ്പിടിക്കുന്നത്, ഇത് ഇങ്ങനെ വില പറയുന്നത് എന്നത് അവർക്കറിയാം. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അതിൻ്റെ അപ്പുറം ആരെങ്കിലും വാങ്ങുമോ എന്ന് പറഞ്ഞാൽ, അവിടെ ഇപ്പോൾ പ്രവാചകൻ ഒരു ബക്കറ്റ് വെച്ചാൽ, ഒരു പിരിവെടുത്താൽ ഈ പറഞ്ഞ ആൾ ആ ദീനാർ അവിടെ ഇടും. പക്ഷേ പ്രവാചകൻ വ്യക്തിയുടെ അഭിമാനം സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിനൊരു സന്ദേശം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ആളുകളെ സ്വതക്ക കൊണ്ടും കിറ്റ് കൊണ്ടും ഇങ്ങനെ സഹകരിപ്പിച്ച് കൊണ്ടുപോകൽ അല്ല യഥാർത്ഥത്തിൽ ഏറ്റവും ഐഡിയലായ വഴി. അതാവശ്യമാണ്, അത് നിർവഹിക്കപ്പെടേണ്ടതാണ്. മറിച്ച് അവരെ സ്വയം പര്യാപ്തരാക്കലാണ് എന്ന പാഠമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞു, 2 ദീനാറിന് ഞാൻ വാങ്ങിക്കോളാം. അപ്പോൾ ആ 2 ദീനാറിൽ 1 ദീനാർ കൊടുത്തിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നീ 1 ദീനാർ കൊണ്ടൊരു മഴു വാങ്ങുക, എന്നിട്ട് വിറക് കൊത്തി ശേഖരിച്ച് അത് വിറ്റിട്ട് പണമുണ്ടാക്കുക. 1 ദീനാർ കൊണ്ട് വീട്ടിലേക്കുള്ള അത്യാവശ്യ ചെലവിനുള്ള സാധനങ്ങളും വാങ്ങുക. ആ മനുഷ്യനൊരു പ്രതിഷേധം ഉണ്ടായില്ല. പലപ്പോഴും ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ അവരുടെ എഡിറ്റിങ്ങുകൾ പറയാൻ പറ്റാത്ത പ്രകൃതമായിരിക്കും പലരുടേതും. പിന്നെ ചിലരൊക്കെ പറയണ എഡിറ്റിങ് ഇതൊക്കെ മൂപ്പരെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കണ മാതിരി എന്നുള്ള ആൾക്കാണ് പലപ്പോഴൊക്കെ പറയാം. അതും ഇതിൽ അഡ്രസ്സ് ചെയ്ത് പോകേണ്ടതാണ്. നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുണ്ടാവും, അയാൾക്കത് തീർന്നിട്ടുണ്ടാവില്ല, അയാൾക്ക് പഠിച്ചം കൊടുത്ത പരീക്ഷണമാണ്. നാളെ ഇതേ സ്ഥാനത്തേക്ക് നമ്മളെത്തും. ലോകത്തെ മഹാസമ്പന്നന്മാർ തെരുവിൽ കൈനീട്ടിയതിൻ്റെ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മനുഷ്യ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു കാലഘട്ടത്തിലെ മഹാസമ്പന്നന്മാർ ഒന്നുമല്ലാതെ, ഷെൽട്ടറില്ലാതെ ഏതൊക്കെയോ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നതിൻ്റെ ഫോട്ടോസും സംഗതിയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് 10 റുപ്യ അക്കൗണ്ടിലുണ്ട് എന്നുള്ളതുകൊണ്ട് വലിയ ഗമയൊന്നും എനിക്കും ഇങ്ങൾക്കൊന്നും ആവശ്യമില്ല. ഈ മനുഷ്യൻ നേരെ പോയി, അദ്ദേഹം അധ്വാനിച്ച് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി പ്രവാചകൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന് 10-ലധികം ദീനാർ കിട്ടി. അദ്ദേഹം പതിയെ ഡെവലപ്പായി എന്നാണ്. സ്വയം തൊഴിൽ പദ്ധതി എന്ന് നമുക്കിതിനെ പറയാം. നമ്മുടെ കൂട്ടായ്മയൊക്കെ ഉണ്ട് സ്വയം തൊഴിൽ പദ്ധതി. ആളുകൾക്ക് ചെറിയ ക്യാഷൊക്കെ കൊടുത്ത് അവർക്ക് സ്വയം പര്യാപ്തരാകാനുള്ള ഒരു ക്യാഷ് ഇങ്ങനെ മാസം തിരിച്ചു വാങ്ങും.
ആ ക്യാഷ് അവസാനം അവർക്ക് തന്നെ എന്ത് ചെയ്യും, കൊടുക്കും. അപ്പോൾ 2 ടേം കൊടുക്കും. പദ്ധതി പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചാണ്. സദഖയൊക്കെ കൊടുക്കണവരുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം പദ്ധതികളിലേക്കൊക്കെ സദഖ കൊടുക്കുക. റിപ്പീറ്റഡ് തുകയായിട്ട് മനുഷ്യന്മാർക്ക് അത് ഉപകാരപ്പെട്ടോളും എന്ന് സാന്ദർഭികമായി പറയാണ്. അപ്പം ഇങ്ങനെ തൊഴിലിനോടുള്ള ഇസ്ലാമിൻ്റെ ഒരു സമീപനം ഇതാണ്. ഇനി ഞാൻ ഇന്ന് ഊന്നാൻ വിചാരിച്ച വിഷയം ഇതല്ല. ഇതൊരു തൊഴിൽ സംബന്ധിച്ചൊരു നിലപാട് പറഞ്ഞു എന്ന് മാത്രം. തൊഴിലെടുത്ത് ജീവിക്കണം, അതിൽ സംശയമല്ല. തൊഴിലെടുത്ത് ജീവിക്കണം. തൊഴിലെടുക്കുന്നവർക്കുണ്ടാകേണ്ട എന്ത് തൊഴിലായിക്കോട്ടെ, ടാപ്പിംഗ് തൊഴിലാളി തൊട്ട് ഇവിടുത്തെ തൊഴിലായി എടുക്കുന്ന എന്തും, ഞാൻ ടാപ്പിംഗ് തൊഴിലാളി തൊട്ട് എന്ന് പറഞ്ഞത് രാത്രി 1 മണി 2 മണിക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ് പൊതുവേ അവർ. അതുകൊണ്ടാണ് ആ ഒരു വാചകം പ്രയോഗിച്ചത്. അവർ തൊട്ട് ആരും തൊഴിലിടത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ചെയ്യുന്ന പണി പടച്ചോൻ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടാകുക എന്നുള്ളതാണ്. വഹുവ മഅക്കും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. വഹുവ മഅക്കും, അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. അള്ളാഹു കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു നമ്മളെ കൂടെ അങ്ങനെ നടക്കുകയാണെന്നാണോ? ബിൽ ഇൽമി വൽ ഖുദറത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അഹ്ലുസുന്ന വെച്ച അർത്ഥം. പഠിച്ചു പോകേണ്ട ഒരു മസലയും കൂടിയാണ്. ബിൽ ഇൽമി വൽ ഖുദറത്തി, അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു അടിമ സ്ത്രീ വന്നപ്പോൾ അവർ വിശ്വാസിനിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഐൻ അല്ലാഹ്, അള്ളാഹ് എവിടെയാണ്? ആ സ്ത്രീ പറഞ്ഞു അല്ലാഹ് ഫിസ്സമാ, അള്ളാഹ് പ്രപഞ്ചാതീതനാണ്. ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്ന ആൾ അതിൻ്റെ പുറത്തായിരിക്കും. സിമ്പിൾ ലോജിക്കാണ്. അള്ളാഹു പ്രപഞ്ചാതീതനാണ് എന്ന് പറഞ്ഞത് മാത്രമല്ല, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, അള്ളാഹു ആകാശത്ത് നിന്ന്, അള്ളാഹു ഉപരിയിൽ നിന്ന് ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്ത് നമ്മുടെയൊക്കെ കൂടെ വരികയാണ്. നമ്മൾ ടോയ്ലറ്റിൽ പോയാൽ അവിടെയുണ്ട്, കൊല്ലാൻ പോയാൽ അവിടെയുണ്ട്, അല്ലേ? ചീട്ട് കളിക്കുമ്പോൾ അവിടെ ഉണ്ട് എന്നല്ല എൻ്റെ അർത്ഥം. അള്ളാഹു ഇതൊക്കെ അറിയുന്നുണ്ട്, അള്ളാഹു മനസ്സിലാക്കുന്നുണ്ട് എന്നാണ്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്യണമൊക്കെ അള്ളാഹു കാണുന്നുണ്ട്. അപ്പോൾ തൊഴിലിടത്തിൽ ഇങ്ങനത്തെ ഒരു സമീപനം വേണം. ഇബാദത്തിൽ മാത്രമല്ല, തൊഴിലിലും വേണം, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, അൻ തഅബുദ കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ ആരാധിക്കണം. ഫഇല്ലം തകു തറാഹു ഫഇന്നഹു യറാക്, നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അപ്പം എന്നെ ഏൽപ്പിച്ച പണി ഞാൻ വൃത്തിക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തണം. എന്ത് തൊഴിലാണെങ്കിലും. വേറൊരാൾ നമ്മളെ കൂലിക്ക് വിളിച്ചതാണ്, നമ്മൾ ശമ്പളക്കാരനാണ്, നമ്മൾ ഗവൺമെൻറ് സ്റ്റാഫാണ്, അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് സ്റ്റാഫാണ്, അല്ലെങ്കിൽ കൂലിത്തൊഴിൽ ചെയ്യുന്ന ആളാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഉണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥ അതാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലെ മനോഹരമായ കുറേ രംഗങ്ങൾ നമുക്ക് കാണാം. ഇസ്ലാമിക ഖലീഫമാരിൽ സമൂഹത്തിലേക്ക് ഇത്ര ആഴത്തിലിറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇത്ര ആഴത്തിലിറങ്ങിയിരുന്നു സമൂഹത്തിലേക്ക്. അപ്പം തന്നെ അദ്ദേഹം ഒരു ആട്ടിടയനെ കണ്ടുമുട്ടുന്നുണ്ട്. കേട്ടോ, ഇതേ ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫയാണ്, ഇസ്ലാമിക ലോകത്തിന് അപ്പുറമുള്ളവർ പ്രശംസിക്കുന്ന ആ വ്യക്തിയാണ്, ഒരിത്തിരി ഭയത്തോടു കൂടെ കാണുന്ന ആ വ്യക്തിയാണെന്നൊന്നും അറിയാത്ത ഒരു ആട്ടിടയനോട് അദ്ദേഹം പറയാണ്, ചരിത്രം നമുക്കറിയാം, നിങ്ങൾ ആടിനെ കൊടുക്കണോ എന്ന് ചോദിച്ചു. ഇല്ല, ആടിനെ കൊടുക്കണില്ല. അല്ല, ഞങ്ങൾക്ക് പൈസ തരാം, ഇത് എൻ്റേതല്ല, കച്ചവടാക്കാൻ എനിക്ക് പെർമിഷൻ അല്ല. അത് പോട്ടെ, ചെന്നായ പിടിച്ചതാന്ന് വിചാരിച്ച പോരെ? ഇല്ല, അത് പറ്റൂല, ഇത് എൻ്റെ മുതലാളി കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്. തൊഴിലിടത്തിൽ ഈ ഒരു മനസ്സ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? രണ്ടാമത്തെ കാര്യം അസ്ദിഖു അസ്സുമലാഇ വറുഅസാഇ വൽ ഉമ്മാലി എന്നാണ്. കൂടെയുള്ള തൊഴിലാളികൾക്കും കൂട്ടുകാർക്കും മുതലാളിയോടുമൊക്കെ സത്യസന്ധമായ ഒരു സ്റ്റാൻഡ് ഉണ്ടാവുക. എന്തിലും സത്യസന്ധമായി മാത്രം പോവുക. അവിടെ പല ജാതി കള്ളത്തരം നടക്കണമൊക്കെ നമുക്കറിയാം, അത് ഓലതായിക്കോട്ടെ, നമ്മളയക്കില്ല എന്നൊരു സ്റ്റാൻഡ് ഒരാൾക്ക് ഉണ്ടാകൂല. അത് നമ്മളെ മുതലാളിയെയും നമ്മളെ തൊഴിലേൽപ്പിച്ച ആളെയും വഞ്ചിക്കുന്ന പരിപാടിയാണ്. അയാൾക്കത് മനോഹരമായി കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ തിരുത്താനോ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചേ പറ്റൂ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാർക്കൊപ്പം ആവുകയും വേണം. അല്ലേ? നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ സത്യസന്ധന്മാർക്കൊപ്പം ആവുകയും വേണം. സാധാരണ നമ്മൾ ഈ ഒരു തമാശയാക്കി നാട്ടുമ്പുറത്ത് പറയാറുണ്ട്, അറബി വന്നപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു, എനിക്ക് നാട്ടിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒരു 500 റിയാൽ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്, ഈ പരലോകത്തൊന്നും ഇങ്ങോട്ട് ചോദിക്കൊന്നും ചെയ്യരുത് എന്ന് മലയാളത്തിൽ പറഞ്ഞു. മലയാളത്തിലെ ബനു ഇസ്രായേലികളെ വളവെടുക്കണേ ജാതി പരിപാടി പലതും ഉണ്ടാകും. ശനിയാഴ്ച സബത്ത് നാളിൽ മത്സ്യം പിടിക്കരുത് എന്ന് പടച്ചോൻ പറഞ്ഞപ്പോൾ സബത്ത് നാളിൽ ഒരു മത്സ്യം പിടിച്ചില്ല. കടലിൽ നിന്ന് ഇങ്ങനെ ചാലുണ്ടാക്കിയിട്ട് ഒരു കുഴി ഉണ്ടാക്കി വെച്ചു, വലിയൊരു കിണറുണ്ടാക്കി വെച്ചു. മത്സ്യം മുഴുവൻ അതിൽ വന്നപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് അവർ പോയി. ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച പോയിട്ട് പിടിച്ചു. മനസ്സിലായില്ലേ? ഈ ജാതി പല തരികിടിയും പല തട്ടിപ്പും തൊഴിലിടത്തിൽ എടുക്കുന്ന ആളുകൾ ഉണ്ടാകും. അതിനോടൊക്കെ ചേർന്ന് നിൽക്കുക എന്നുള്ളതല്ല. അത്തരം കാര്യങ്ങളോട് നമുക്ക് ശമ്പളം മതിയാകണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം പ്രാർത്ഥിച്ച് മറ്റൊരു തൊഴിൽ അന്വേഷിച്ച് പോയാൽ വേറെ തൊഴിൽ പഠിച്ചൊന്നും തരും. അല്ലെങ്കിൽ നമ്മൾ മുതലാളിനോട് കാര്യം പറയാം, എനിക്കിതുകൊണ്ട് ഒക്കണില്ല എന്ന് പറയാം.
കേട്ടോ. തരുന്ന സാലറി വാങ്ങി ജീവിക്കണമെന്നൊന്നുമില്ല. നമുക്ക് കൂടുതൽ സാലറി ചോദിക്കാം, നമ്മളുടെ പരിശ്രമത്തിൻ്റെ ആഴം ബോധ്യപ്പെടുത്താം. അത് തൊഴിൽ കൊടുക്കുന്ന ആളും ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിലാളി നമ്മൾ കൊടുക്കുന്ന പ്രഷറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, നമ്മളെ ശ്രദ്ധയിൽ ഇതൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുഴപ്പം പ്രശ്നവും മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളവനെ മാനേജർ പോസ്റ്റിലേക്കാണ് ഇരുത്തിയേ, ഓൻ ചിലപ്പോൾ അവിടെ ചാക്ക് കയറ്റുന്നുണ്ടാവും, എല്ലാ പണിയും ചെയ്യുന്നുണ്ടാവും. ശരിക്കും മാനേജ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അതൊക്കെ വേണ്ടി വരും. അതൊന്നും കാണാതെ വർത്തമാനം പറയാന്നുള്ളതും ശരിയായ ഒരു രൂപമല്ല. മൂന്നാമത്തെ കാര്യം ഇത്ഖാനുൽ അമൽ, ജോലി സൂക്ഷ്മമായി ചെയ്യലാണ്. ഇബാദത്താണെങ്കിലും എന്താണെങ്കിലും ഇസ്ലാം ഇത്ഖാൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ ഇത്ഖാന്? ഒരു ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, ചെയ്യേണ്ട പോലെ ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അയ്യുത്ഖിനഹു. അള്ളാഹു ഒരു അമൽ ഇഷ്ടപ്പെടണമെങ്കിൽ, അത് ദിക്റാണെങ്കിലും ദുആയാണെങ്കിലും സ്വലാത്താണെങ്കിലും എന്താണെങ്കിലും, നമ്മൾ ചെയ്യുന്ന തൊഴിലാണെങ്കിലും എന്താണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടണമെങ്കിൽ അത് ഏറ്റവും സൂക്ഷ്മമായി നിർവഹിക്കണം എന്നാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്നവർ, ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല, അഹ്സനായിട്ട് അമൽ ചെയ്യണവരെ, അഹ്സൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അഹ്സനായിട്ട് ചെയ്യേണ്ടത് അല്ലേ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവനാണ് ജീവിതവും മരണമൊക്കെ ഉണ്ടാക്കിയത്. എന്തിനാ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അഹ്സനായിട്ട് അമൽ ചെയ്യേണ്ടത് നോക്കാൻ വേണ്ടിയിട്ടാണെന്നാ. നിങ്ങൾ അമൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണെന്നല്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഏത് കാര്യം നിങ്ങൾ എടുത്തു നോക്ക്. ഇപ്പൊ ഖബർ കുത്തുന്നത് പോലും വൃത്തിക്ക് കുത്തണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. നിങ്ങൾ ഖബർക്ക് ഇറങ്ങി നോക്കിയിട്ടില്ലേ, അല്ലെങ്കിൽ നോക്കിയിട്ടില്ലേ? ഖബർ നമ്മൾ ചെല്ലുമ്പോൾ എന്ത് ഫിനിഷിങ്ങിലാണ് ഉണ്ടാകുക. ഇത് 5 മിനിറ്റ് കൊണ്ട് മൂടി മണ്ണിടാൻ പോകുന്ന സാധനത്തിന് എന്തിനാ അത്ര ഫിനിഷിങ്? ആ ഖബർ കുത്തുന്നോടത്ത് പോലും ആ ഫിനിഷിങ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അഹ്സനുൽ കഫൻ, നിങ്ങൾ കഫൻ പുടവ വൃത്തിക്ക് ശരിയാക്കണം. എങ്ങനെയെങ്കിലും ചുറ്റിക്കെട്ടിയാൽ പോരാ, അതെന്തായാലും കൊണ്ടേ മറവിയുള്ളതല്ലേ എന്നല്ല ചിന്തിക്കണ്ടേ. ആ ഭാഗം ഖബർ കുത്തുന്നോടത്തും കഫൻ ചെയ്യുന്നിടത്തും മസ്അല പഠിപ്പിച്ചിട്ട് അത് ജീവിതത്തിലേക്ക് സമഗ്രമായി ഉപയോഗിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. അപ്പൊ നമ്മളെ ഒരു സ്റ്റഡി ടേബിൾ, കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്, ഒരു സ്റ്റഡി ടേബിൾ അത് അഹ്സനായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. നമ്മളെ ഒരു ബെഡ് അത് ഏറ്റവും വൃത്തിക്കാണ് കൈകാര്യം ചെയ്യേണ്ടത്. നമ്മളെ ഒരു ഡ്രസ്സ് അത് ഏറ്റവും വൃത്തിക്കാണ്. വിശ്വാസി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് മനുഷ്യനാണെന്നാണ്. വസ്വാസ മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ. വസ്വാസ മനുഷ്യനാണെന്ന് പറഞ്ഞതിന് അർത്ഥമല്ല. എന്തും പെർഫെക്റ്റ് ആക്കി ചെയ്യാനാ. മദീന പള്ളിയുടെ നിർമ്മാണം നടക്കുമ്പോൾ, നിർമ്മാണമൊക്കെ കഴിഞ്ഞ് തൂങ്ങി നിൽക്കുന്ന പട്ടയും തടികളൊക്കെ വെട്ടി വൃത്തിയാക്കാൻ പറയുന്നുണ്ട് പ്രവാചകൻ. അപ്പൊ എവിടെയും ആ പെർഫെക്റ്റ്നെസ് പ്രവാചകൻ നിർദ്ദേശിക്കും. അറുക്കുമ്പോൾ നിങ്ങൾ നോക്ക്, ഖബർ കുത്തുമ്പോൾ, മയ്യത്തെ കഫൻ ചെയ്യുമ്പോൾ, അറുക്കുമ്പോ ഒക്കെ പൊതുവെ ഇത് തള്ളിട്ട് ആക്കാനുള്ളതല്ലേ എന്നുള്ളത് അറുക്കല്ലേ ചെയ്യുക. പ്രത്യേകിച്ച് ആറാബികൾ, ബതുക്കള്, അത്രയും അവർ മരുഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാരെ കുറച്ച് കടുത്തൊരു നിലപാടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ അഹ്സനുൽ ഖത്ല, നിങ്ങൾ അറുക്കുമ്പോൾ നല്ല വൃത്തിക്ക് അറുക്കണം, വെള്ളമൊക്കെ കൊടുത്ത് അതിനെ ഒഴിഞ്ഞ് റെഡിയാക്കി അല്ലേ. അതിനെ തള്ളിയിടുമ്പോഴും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്. ഇങ്ങനെയൊക്കെ ലോകത്ത് വേറെ ആരാ സഹോദരന്മാരെ പറഞ്ഞത്? BGM വെച്ച് പല പൊളിറ്റിക്കൽ ലീഡർമാരുടെയും സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ വെക്കും അല്ലേ. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പൊളിറ്റിക്കൽ ലീഡേഴ്സും ചാനൽ ചർച്ചയിലെ ഡയലോഗും അതിന് ലൈക്കൊക്കെ നമ്മൾ അടിക്കും. പ്രവാചകനോളം പഞ്ച് ഡയലോഗ് പറഞ്ഞ ആരെങ്കിലും ചരിത്രത്തിലുണ്ടോ? പ്രവാചകനോളം മനോഹരമായ കമന്റ്സ് പറഞ്ഞ ആരെങ്കിലും ചരിത്രത്തിലുണ്ടോ? പ്രവാചകൻ സൃഷ്ടിച്ച അത്ര മനോഹരമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ച ആരെങ്കിലും ഉണ്ടോ? ഒരു സഹാബിയുടെ കൈ ഒരു യുദ്ധത്തിൽ പോയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖലീഫക്ക് വേണ്ടി ഒരുക്കിയ ഭക്ഷണത്തിന്റെ ലേക്ക് ക്ഷണിതാവായിരുന്നെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഖലീഫക്ക് മനസ്സിലായി ഒറ്റ കയ്യനായതുകൊണ്ട് ഇങ്ങോട്ട് അടുക്കാത്തതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിതിൽ കൈ വെക്കാതെ നമ്മളാരും ഇത് കഴിക്കൂല. ഈ ഭക്ഷണത്തിന്റെ വിരിയിൽ നിങ്ങളിരിക്കാതെ നമ്മളാരും ഇത് കഴിക്കൂല. അദ്ദേഹം കഴിച്ചു തുടങ്ങിയിട്ടാ കഴിച്ചത് അല്ലേ. അങ്ങ് മിസ്റിലെ ഗവർണറുടെ മകൻ അവിടുത്തെ ഒരു ഖിബ്തിയെ, ഒരു ഈജിപ്ഷ്യനെ തല്ലിയപ്പോ ഗവർണറോട് പോയി കംപ്ലൈന്റ് പറഞ്ഞില്ല, നേരെ ഖലീഫ ഉമറിന്റെ അടുത്ത് വന്നു. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവർണറെയും മകനെയും വിളിപ്പിച്ചു. വിചാരണയ്ക്ക് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആരാണ് അള്ളാഹു സ്വതന്ത്രരായി പടച്ച് മണ്ണിലേക്ക് ജനിച്ചു വീണ മനുഷ്യരെ ബന്ധനങ്ങളുടെ, അധികാരങ്ങളുടെ ബന്ധനങ്ങളുടെ ചെങ്ങലക്കെട്ടുകളിലാക്കാൻ ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നത്? കുറ്റവിചാരണയുടെ കൂട്ടിൽ നിന്ന് പ്രതി ഇറക്കിന്റെ ശേഷം ഖിബ്ത്തിന്റെ കയ്യിൽ കനമുള്ള ചാട്ടവാറ് കൊടുത്തിട്ട് ഗവർണറായ ഉപ്പാന്റെ മുന്നിൽ നിർത്തിയിട്ട് തിരിച്ചടിക്കാൻ പറഞ്ഞു. ഇതുപോലത്തെ മനോഹര ചരിത്രങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെതല്ലാതെ വേറെ എവിടുന്ന് കിട്ടും പ്രിയപ്പെട്ടവരെ? ഇതൊന്നും നമുക്കറിയില്ല. ഇതൊന്നും സ്റ്റാറ്റസ് ആക്കി വെക്കാൻ നമുക്ക് പറ്റൂല. നമ്മൾ പഠിക്കണില്ല. പരമാവധി വെള്ളിയാഴ്ച പാഞ്ഞു വന്നിരുന്ന് കേട്ടു പോകലുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ദീനി പഠനമല്ല, ആക്ഷേപമല്ല. നിങ്ങളെ കാര്യത്തിൽ പരലോകത്ത് വിചാരണ നേരിടാൻ സാധ്യതയുള്ള ഒരു വ്യക്തി എന്നുള്ളവർക്ക് പറയാനുള്ളത് പറയാണ്. നിങ്ങൾക്ക് ദീന് പറഞ്ഞിരുന്ന ഒരാൾ എന്നുള്ളവർക്ക് പറയാനുള്ളത് പറയാണ്. നേരല്ല, വിനോദങ്ങൾക്കും ഡാൻസിനും ചാട്ടത്തിനും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ നേരണ്ട്.
ദീൻ ആഴത്തിൽ പഠിക്കാനും തിരുത്താനും പലപ്പോഴും നേരല്ലാതെ പോവുകയാണ്. അപ്പൊ ഇതേ കാര്യം തൊഴിലിലും ബാധകമാണ്. ഇതേ കാര്യം, നമ്മളെ ഏൽപ്പിക്കപ്പെട്ട തൊഴിൽ, ആ തൊഴിൽ അതിപ്പം ഇപ്പം ഇത്രയൊക്കെ ശമ്പളം തരണുള്ളൂ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയാണ് നമ്മൾ പറയണം. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇതിന് എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാരിറ്റിയിൽ പറയണം. തൊഴിലൊന്ന് ഏൽക്കുകയും വേറൊന്ന് ചെയ്യുകയും ചെയ്യുന്ന പരിപാടി ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, അമിതമായി തൊഴിൽ ഭാരങ്ങൾ കൊടുക്കുന്നതിനെ പ്രവാചകൻ ശക്തമായി വിലക്കി. പ്രത്യേകിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളുടെ കാര്യത്തിൽ പ്രവാചകൻ പറഞ്ഞു, അവരുടെ കാര്യത്തിൽ കല്ലഫഹും, അവർക്ക് താങ്ങാൻ പറ്റാത്ത തൊഴിൽ അവരെ നിർബന്ധിച്ചേൽപ്പിക്കുകയോ, നിങ്ങളിവിടെ ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളാണെന്നുള്ളവർക്ക് അവരുടെ അടുത്ത് നിന്ന് വല്ലതും പിടിച്ചു വാങ്ങുകയോ അവരുടെ അടുത്ത് വല്ലതും തട്ടിയെടുക്കുകയോ ചെയ്താൽ പരലോകത്തെ വിചാരണ കോടതിയിൽ നിങ്ങൾക്കെതിരിൽ വക്കീലായിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഞാൻ വക്കീലായിട്ട് വരുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നോൺ മുസ്ലിംസിന്റെ കാര്യത്തിൽ മാത്രം ബാധ്യതപ്പെട്ടതോ ബാധകപ്പെട്ടതോ അല്ല, അത് പ്രവാചകൻ എടുത്തു പറഞ്ഞതാ. അപ്പൊ തൊഴിലാളിക്ക് തൊഴിൽ നൽകിയവന്റെ അരികിൽ വന്ന് സംസാരിക്കാനുള്ള ഇടമുണ്ടാകണം. തൊഴിലാളികളെ വിളിച്ചുകൂട്ടണം, വ്യക്തിപരമായി അവരോട് സംസാരിക്കണം, എന്താ അവസ്ഥകളെന്ന് അന്വേഷിക്കണം. എന്നിട്ട് നമ്മുടെ പ്രോഫിറ്റ് അപ്പോൾ കൂടെ ചെയ്യുള്ളൂ, അല്ലേ? നമ്മുടെ പ്രോഫിറ്റ് കൂടെ ചെയ്യുള്ളൂ. മറ്റോന് പിന്നൊക്കെ എങ്ങനെ കൂലി കൊടുക്കണത്? മറ്റോൻ്റെ മണ്ണിൽ കളക്കുമ്പോൾ പാറ ഉണ്ടാവില്ല, നമ്മളെ മണ്ണിൽ പാറ ഉണ്ടാകും. വലിയ കല്ല് അയാൾ ഉരുട്ടിയിട്ടുണ്ടാകും. മറ്റോൻ്റെ റബ്ബർ കളച്ചപ്പോൾ വലിയ കല്ല് അവൻ ഉരുട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ വേതനം കൊടുക്കുന്നിടത്ത് ഇത്ര സ്ട്രോങ് ആയി സംസാരിച്ച മറ്റൊരാളില്ല, അല്ലേ? വിയർപ്പ് പറ്റും മുമ്പ് തൊഴിലാളിക്ക് കൂലി കൊടുക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് തൊഴിലാളിയുടെ തൊഴിലിൽ നിന്ന് കിട്ടിയ സമ്പാദ്യത്തിന്റെ ഓഹരി, വാങ്ങാതെ പോയ കൂലി, അത് പിന്നീട് പ്രോഫിറ്റായി വളർന്നു വന്നപ്പോൾ അന്നത്തെ മാർക്കറ്റ് വില കൂലി കൊടുക്കുന്നതിന് പകരം അതുകൊണ്ട് ഉണ്ടാക്കിയത് മുഴുവനാണ് കൊടുത്ത്. ഇസ്ലാമിക ചരിത്രത്തിൽ അത്ഭുതത്തോടെ നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സമയത്തെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മുഹാഫള അലൽ ഔഖാത്ത്, സമയം ശ്രദ്ധിക്കുക. തൊഴിലിന് പോകേണ്ട സമയം, വരേണ്ട സമയം, അല്ലേ? നമ്മൾ വൈകുമെങ്കിൽ വൈകുന്നറിയിക്കുക. സമയത്തിന്റെ കാര്യത്തിൽ പൊതുവേ മനുഷ്യൻ പരാജിതനാണെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിഅമതാനി മഖ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്. രണ്ട് കാര്യത്തിൽ മനുഷ്യൻ വഞ്ചിതനാണ്. ഒന്നാമത്തെ കാര്യം എന്താ? അവന്റെ ആരോഗ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം അവന്റെ ആരോഗ്യമാണെങ്കിൽ രണ്ടാമത്തെ കാര്യം സമയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സമയം കയ്യിന്ന് പോകണ ഒന്നായിരിക്കും. കഴിഞ്ഞ ആഴ്ച കുറച്ച് വിശദമായി തന്നെ ആ കാര്യം നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പണ്ടൊരാളോട് ഒപ്പിടാൻ പറഞ്ഞിട്ട് മാഷ്, ഞാൻ ഒപ്പിടല, വന്നിട്ട് 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. 5 മിനിറ്റ് ലേറ്റ് അല്ല, കുഴപ്പമില്ല, നിങ്ങൾ ഇട്ടോളി പറഞ്ഞപ്പോൾ നിർബന്ധിച്ചപ്പോൾ മൂപ്പർ ഇട്ടില്ലാറും. കാരണം മൂപ്പർ വന്നേ 4:05 4 മണിക്ക് ബെല്ലടിച്ച സ്കൂളിലേക്ക്. അപ്പോൾ 5 മിനിറ്റ് ലേറ്റ് ആയി എന്നല്ലല്ലോ പറയണ്ടേ, പക്ഷെ ഞാൻ വന്നിട്ടില്ല എന്നല്ലേ പറയണ്ടേ, അല്ലേ? അപ്പോൾ എവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമാണ് ഇത്തരം കാര്യങ്ങളായിട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ അൽ ഇജ്തിഹാദു ഫിൽ അമൽ, ജോലി വ്യക്തമായും പരിശ്രമത്തോടു കൂടെ ചെയ്യുക. അല്ലാഹുവിൻ്റെ റസൂല് കസ്ലിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ടുള്ള ധാരാളം ദുആകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്ലി വൽ കസ്ൽ, അജ്സി വൽ കസ്ൽ, അശക്തിയിൽ നിന്നും അതുപോലെ തന്നെ മടിയിൽ നിന്നും ഒക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രത്യേകം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പൊതുസ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട ശ്രദ്ധയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവരാണോ കുറച്ച് ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വല്ലാഹി ലാ യഖുദു അഹദും മിൻകും ഷൈഅൻ ബിഗൈരി ഹഖ്ഖിഹി ഇല്ലാ ലഖിയല്ലാഹ യഹ്മിലുഹു യൗമൽ ഖിയാമ. ഒരാളുടെ സമ്പാദ്യത്തിൽ നിന്ന് അയാളുടെ അനുവാദം കൂടാതെ എടുത്തു കൊണ്ടുപോകുന്ന ആള്, അതും പൊതുസമൂഹത്തിന്റെ സ്വത്താണെങ്കിൽ, പിന്നെ മറ്റുള്ളവരുടെ അവകാശമാണെങ്കിൽ, അതും കൊണ്ട് നാളെ പരലോകത്ത് വരേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല, പരലോകത്ത് അത് എതിരാവുകയും ചെയ്യും. മനിസ്തഅമൽനാഹു അലാ അമലിൻ, ഞാൻ ആരെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ ഫറസഖ്നാഹു റിസ്ഖൻ, പിന്നെ അതിൽ നിന്ന് അവന് കിട്ടുന്ന ഒരു കാര്യം അവന് റിസ്ക്കായിട്ടുണ്ട്. ഫമാ അഖദ ബഅദ ദാലിക ഫഹുവ ഖുലൂൽ, ഞാൻ കൊടുത്ത ശമ്പളത്തിന് പുറമെ അവൻ എടുക്കുന്നത് മുഴുവൻ ചതിയാണ്. അപ്പം ചില കമ്മീഷനുകൾ ഉണ്ടാകും. ചില പണി ഏൽപ്പിക്കുമ്പോൾ ക്ലയൻറ്റിനും നമുക്കും ഇടയിൽ സാധനം വാങ്ങുമ്പോൾ കമ്മീഷൻ ഉണ്ടാകും, വിശ്വസിച്ചേൽപ്പിക്കുകയാണ്, അല്ലേ? ഞാനിപ്പോൾ ഒരു പിന്നെ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് ഏൽപ്പിച്ചു. ഇലക്ട്രിഫിക്കേഷൻ വർക്ക് നിങ്ങൾ സാധനമൊക്കെ വാങ്ങി പോരിന്ന് പറഞ്ഞു. ആ കമ്മീഷൻ വാങ്ങാം, എനിക്ക് മൂപ്പര് ഒരു 3% കമ്മീഷൻ തന്നിട്ടുണ്ട്, അത് ഞാൻ എടുക്കട്ടോ, നിങ്ങൾക്ക് തൃപ്തിയല്ലേ എന്ന് ചോദിക്കാതെ എടുക്കാൻ പറ്റൂല, ഇല്ലാതെ എടുക്കാൻ പറ്റൂല. കരാറിലുള്ള ഇയാളെ കൂലിയാണെന്ന് എഴുതിയിട്ട് ഏൽപ്പിക്കണത്. അപ്പൊ അതൊക്കെ കൂടെ ഒഴിവാക്കി എന്താ വലുവി ഉണ്ടാകുക? ബർക്കത്തുള്ള പൈസ, കോടികളൊന്നും ആവശ്യമില്ല. നിങ്ങൾ നമ്മളെ വീടിന്റെ ചുറ്റുമുള്ള ഒരു 45-50 വീട് എടുക്കുക. പൊതുവേ ആ വീടുകളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം, ചെറിയ പൈസ ആൾക്കാർക്കൊക്കെ ഉണ്ടാകുള്ളൂ, അല്ലേ? പക്ഷെ അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടാകും. ഇതൊക്കെ പടച്ചോനാ തീരുമാനാക്കി തരണ്ടേ. നമുക്ക് 50 ലക്ഷത്തിന്റെ മെഡിക്കൽ ബില്ല് വരണോ? നമ്മളെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴണോ?
നമുക്ക് ബുദ്ധിമുട്ടുകളും രോഗങ്ങളും വിഷമങ്ങളും മാറാവ്യാധികളും വരണമെന്നൊക്കെ പടച്ചോൻ തീരുമാനിക്കണതാണ്. പടച്ചോന് ഉള്ളതിലാണ് ബർക്കത്ത് തന്നാൽ ഒക്കെ വൃത്തിക്ക് പോകും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ കാര്യം പടച്ചോൻ ഏറ്റെടുക്കും എന്നാണ്. ഒമൻ ഹമ്മ ഒമൻ ഖാനത്തി ദുന്യ ഒമൻ ഖാനത്തിൽ ആഖിറത്തു ഹമ്മുഹു. ഒരാളുടെ ഉദ്ദേശം പരലോകമാണെങ്കിൽ, ജീവിക്കുന്നത് പരലോകത്ത് രക്ഷപ്പെടാനാണ്, അല്ലാതെ ഇവിടെ വലിയ മണിമാളിക ഉണ്ടാക്കാനും അടിച്ചു പൊളിക്കാനും ആർഭാടാക്കാനും മാറി മാറി ബ്രാൻഡുകൾ മാറി മാറി പുതിയ പുതിയ ഫോണും കാറും വാങ്ങാനും, അല്ലേ, കിട്ടിയ പൈസ കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് ടൂറിലിടാനും ഒന്നുമല്ല. ടൂർ വേണ്ടാന്നൊന്നുമല്ല, അതിപ്പോൾ ഒരു അഡിക്ഷനും രോഗമായിട്ട് മാറിയിട്ടുണ്ട്. കടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും, എന്നിട്ട് ഇങ്ങനെ തെണ്ടി നടക്കും നാടായ നാട്ടിൽ കൂടെയൊക്കെ. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ അങ്ങനെ എടുക്കും, അതിങ്ങനെ വ്ളോഗാക്കി കൊണ്ടെടുക്കും. ഈ ഹറാമും ഹലാലും ഇസ്ലാമിലെ ഏതോ 2-3 കാര്യത്തിലേക്ക് ചുരുക്കിയിട്ട് പോണ ആളുകൾ നല്ലോണം ശ്രദ്ധിച്ചോളി കേട്ടോ. കുട്ടികളും മക്കളും അവരുടെ വിദ്യാഭ്യാസവും കാര്യമൊന്നും ഓൻ്റെ ക്വസ്റ്റ്യനിലേ ഉണ്ടാവില്ല. മാർക്ക് കാര്യം സംഗതി ഒന്നും ഓൻ്റെ അടുത്ത് ഉണ്ടാവില്ല. ഒരു കാര്യം അവൻ്റെ അടുത്ത് ഉണ്ടാവില്ല. വീട്ടിൽ ആവശ്യങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓന് ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള ടൂറിലാണ്. കയ്യിൽ പൈസ ഉണ്ട്, നമ്മളെ ബാധ്യതകളൊക്കെ നിർവഹിക്കപ്പെടുന്നുണ്ട്, നമുക്ക് കാര്യത്തിൽ ഉത്തരവാദിത്തങ്ങളില്ല, അയൽപ്പക്കത്തിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമല്ല. പോണീന് നമുക്കൊരു കുഴപ്പമില്ല, എവിടെ നമുക്ക് പോകാം. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം എന്നത്. ഇതിൻ്റെ ഹറാമും ഹലാലും ഒക്കെ ചെറിയ ചെറിയ നിരക്കിലാണ് എന്ത് ചെയ്യുക, വ്യത്യാസപ്പെടുക എന്നുള്ളത് മറക്കാതിരിക്കണം എന്നാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു മേഖലയും കാണണം. മറ്റൊന്ന് തൊഴിലിലെ രഹസ്യമാണ് കേട്ടോ. തൊഴിലിലെ രഹസ്യമാണ് എന്താ, ലാ ഈമാൻ ലിമൻ ലാ അമാനത ലഹു. അമാനത്ത് പാലിക്കാത്തവൻ്റെ ഈമാനിനാണ് കുഴപ്പം. ഇത് പറയരുത് കേട്ടോ. മൂപ്പര് എല്ലാം വിശ്വസിച്ച് അവനെ ഏൽപ്പിച്ചു, പർച്ചേസും അക്കൗണ്ട്സും ഒക്കെ. തൊട്ടു മുന്നിലൊരു കട ഇങ്ങനെ പണി നടക്കണത് മൂപ്പര് ഇങ്ങനെ ശ്രദ്ധിച്ചു. ഇതിൻ്റെ ആളാരാന്ന് മൂപ്പർക്ക് മനസ്സിലാണില്ല. ഇതെന്താ ഇവിടെ തുടങ്ങണമെന്നും അറിയില്ല. ഒരു ദിവസം വർഷങ്ങളായി താൻ നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോയി ഒക്കെ ചെയ്ത തൻ്റെ കട മൊത്തം നോക്കി നടത്തിയ ആൾ പറയാം, ഞാൻ ഒരു ഷോപ്പ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. എവിടെ? ഇവിടെ തന്നെയാണ്. മൂപ്പര് ലൈനിലുണ്ടായിരുന്ന കംപ്ലീറ്റ് ലക്ഷങ്ങളുടെ ബിസിനസ് ഈ കടയിൽ നിന്ന് അപ്പുറത്തേക്കാണ് മാറ്റി. മൂപ്പര് പാപ്പരായപ്പോഴും ലക്ഷപ്രഭുവായി ജീവിച്ച മൂപ്പർക്ക് ഒരു പതർച്ച ഉണ്ടായില്ല കേട്ടോ. മൂപ്പര് രണ്ടാമത് വേറെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അതിലേറെ വലിയ സമ്പന്നനായി. ചതിയാണ്. മഹാസമ്പന്നനായ വ്യക്തി, 10-20 കഫ്തീരിയുണ്ട്. അറബി വന്നിട്ട് ഒക്കെ പിടിച്ചെടുത്തു, ജയിലിലായി കേട്ടോ. ജയിലിലായി. ഒരു നിലക്കും കോംപ്രമൈസ് ഡിസ്കഷനുകളൊന്നും നടന്നില്ല. മൂപ്പര് പറഞ്ഞു, നല്ലോണം ശ്രദ്ധിച്ചോ, എൻ്റെ മനസ്സിൽ നിന്ന് എപ്പോഴോ ഒരു കൈവിട്ടൊരു പ്രാർത്ഥന പോയിട്ടുണ്ട്, ഞാൻ എനിക്കത് ഇഞ്ഞി പ്രാർത്ഥിക്കൂല. 2 കണ്ണും പോയി അറബിൻ്റെ. 13 കഫ്തീരിയും പൂട്ടി കേട്ടോ. അവിടെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് ഞാൻ പറയണത്. അയാൾ രണ്ടാമത് അയാൾ ഒക്കെ റീബിൽഡ് ചെയ്തു, അയാൾ ബിസിനസ്സൊക്കെ റീബിൽഡ് ചെയ്തു. ഇതെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, ഇത് പടച്ചോൻ്റെ പരിപാടിയാണ്. മറ്റുള്ളവൻ്റെ അത് തൊടുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചു വേണം നമ്മൾ ചെയ്യാൻ. അതുപോലെ തന്നെ എന്താണ്, ഈ കച്ചവട ഐഡിയാസും സ്വകാര്യങ്ങളും രഹസ്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരാൾ ഡെവലപ്പ് ചെയ്തൊരു സ്വകാര്യം അയാളുടേതാണ്. അയാൾക്ക് വേണമെങ്കിൽ ആ ഐഡിയ സ്വതക്കേറ്റ് കൊടുക്കുക, അത് അയാൾ കൊടുക്കേണ്ടതാണ്. ഞാനൊരു ബിസിനസ് ഐഡിയ ഉണ്ടാക്കി, പൈസ മാത്രമൊന്നുമല്ല സ്വതക്ക് കൊടുക്കാൻ പറ്റുക, സ്കില്ല് കൊടുക്കുക. കൂടെ ഒരാളെ നിർത്തിയിട്ട് അയാൾക്കൊരു സ്കില്ല് ഉണ്ടാക്കി കൊടുക്കുക, അല്ലേ? അപ്പോൾ നമുക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് സംവിധാനങ്ങളുണ്ട് നമ്മുടെ സംവിധാനത്തിൻ്റെ ഉള്ളിൽ. ആളുകൾക്ക് തൊഴിൽ പരിശീലിപ്പിച്ചു കൊടുക്കും. തൊഴിൽ പരിശീലനമായിട്ട് ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകൾ നമ്മൾ നടത്തും. എന്താ, നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തൊഴിൽ പരിശീലിപ്പിക്കണം തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോളി. തൊഴിലില്ലാത്ത കുറേ മനുഷ്യരുണ്ട്, അവരെ കാണിച്ചു തരും. കൂടെ കൊണ്ടുപോകുക, പരിശീലിപ്പിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങൾ. പക്ഷേ ഒരാളെ നമ്മൾ ഏൽപ്പിച്ചത് വേറെ ആൾക്ക് കൈമാറുന്നിടത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ തൊഴിലിടത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ 100 കണക്കിന് കാര്യങ്ങളുണ്ട്. നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത്, അല്ലേ? നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇതിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കൈക്കൂലിക്ക് ഇപ്പോൾ കൈക്കൂലി എന്ന് പേരില്ല. അത് അവിടുത്തെ എന്താണ്, ഒരാൾ വാങ്ങും, എന്നിട്ടോ എല്ലാവർക്കും ചെറിയ ചെറിയ പൈസ അങ്ങനെ കൊടുക്കും. ഇതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന പല ഓഫീസുകളുണ്ട്. അവിടെ ചെന്ന് പവിത്രത പാലിക്കണേ. എൻ്റെ ഒരു സുഹൃത്ത് ഒരു AE പഞ്ചായത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താ ഭയങ്കര പൈസയൊക്കെ കൊണ്ടുവന്ന് വെച്ചു. 8 പൈസ ഇതിൻ്റെ ഉള്ളിൽ ഫയലിന്. അതാണ് അവിടുത്തെ അത്രയും കാലം ഇരുന്ന് എൻ്റെ ഇതെന്താണെന്ന് വെച്ചു. അത് സാറ് തുടക്കക്കാരനല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളെന്ന് പറഞ്ഞു. ഇതെടുത്തോളി പറഞ്ഞു. ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുത്തില്ല. ട്രാൻസ്ഫർ കിട്ടുമെന്ന് പറഞ്ഞു. കേരളത്തിൻ്റെ ഉള്ളിലല്ലേ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ, എവിടെയാണ് നിങ്ങൾ റെഡിയാണ് പറഞ്ഞു കേട്ടോ. അയാളെ സ്റ്റാൻഡിൽ ഇന്നും തുടരുന്നുണ്ട്. അയാളിപ്പോൾ വർക്ക് ചെയ്യണ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പണ്ട് ആ പൈസ മുടക്കിയ ആളാണ്. അപ്പോൾ മൂപ്പരോട് ട്രാൻസ്ഫറിനെ കുറിച്ച് വെച്ച് പറഞ്ഞു, ട്രാൻസ്ഫർ മൂപ്പരാക്കിക്കോളെന്ന് പറഞ്ഞു. ഒരു പ്രശ്നമല്ല, ഒരു ബേജാറുമില്ല. ഞാൻ പറയുന്നത് കൃത്യമായി എന്താ, മൂപ്പര് ഫയറിൻ്റെ കാര്യത്തിൽ പൈസ ഇറക്കാൻ റെഡിയല്ല. ഫയറിൻ്റെ കാര്യത്തിൽ പൈസ ഇറക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ, ഈ ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടായി ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ ആളെ കൊന്നതിൻ്റെ ഉത്തരവാദിത്വം ഒപ്പിട്ടെടുത്ത AEക്കായിരിക്കും പഠിച്ചോണ്ടിരുന്നത്. അതിനാ പ്രശ്നം.
അതന്നെയാണ് പ്രശ്നം. ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ, അതിൽ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നിയമക്കുരുക്കുകളായിരിക്കും, എന്നാൽ ചിലത് കുറച്ച് ഭയങ്കര റിയാലിറ്റി സാധനങ്ങൾ ഉണ്ടാവും. നിയമക്കുരുക്കൊക്കെ ഇത്തരം ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, നിയമത്തിൻ്റെ തന്നെ ലൂപ്പോൾ വെച്ച് അയച്ചു കൊടുക്കും. എനിക്കറിയാം ഒരുപാട് ആൾക്കാരെ നിയമത്തിൻ്റെ തന്നെ കുരുക്കുകൾ വെച്ചിട്ട് അയച്ചു കൊടുത്തിട്ട് പേപ്പറൊക്കെ ഒപ്പിട്ട് കൊടുക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിലും വളരെ കൃത്യമായി തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ തൊഴിലിടത്തിൽ നിങ്ങൾ ബോസാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളെ ശരിയായ രീതിയിൽ അയാൾക്ക് കിട്ടുന്ന ശമ്പളവും കാര്യമൊന്നും തികയുന്നുണ്ടാവില്ല. അയാൾ ഓടിക്കതച്ച് വരുന്നുണ്ടാകും. അയാളെ മുഖത്തെ മ്ലാനതയിൽ നിന്ന് നിങ്ങളെ ചില്ലൻ കൂട്ടിലെ ആ കസേര ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വിളിപ്പിക്കും. അല്ല റഫീഖ്, എന്താ ഇപ്പം എനിക്ക് പറ്റുക, അതിന് 2 ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ടല്ലോ. അയാൾക്കൊന്ന് പൊട്ടിക്കരയാണ്ടാകും. ചിലപ്പോൾ ചില റിലാക്സേഷനുകളൊക്കെ വേണ്ടി വരും. ആ റിലാക്സേഷനുകൾ വകവെച്ച് കൊടുക്കാൻ പറ്റും. ഇതുകൊണ്ട് ഓഫീസ് തകരൊന്നുമില്ല. നമ്മളൊരാളെ തൊഴിലിന് വിളിക്കുന്നതോടുകൂടെ, നമ്മൾ ബോസാകുന്നതോടുകൂടെ നമുക്ക് പിന്നെ യാതൊരു ബന്ധമോ അടുപ്പമൊന്നുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയിക്കൂടാ. ഒറ്റ ഹദീസ് മാത്രം നമുക്ക് ഈ വിഷയത്തിൽ ഉദ്ധരിക്കാം. തബസ്സുമു ഫീ വജ്ഹി അഖീക ലക സദഖ. നിന്റെ സഹോദരനോട് നിന്റെ ചിരി പോലും സദഖയാണ്. നമ്മൾ ഓഫീസ് കയറി ചെല്ലുമ്പോൾ എല്ലാവരോടും ഒന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞ് പുറത്ത് തട്ടി ഓരോ കൂടെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ ഒന്നും സംഭവിക്കുന്നില്ല കേട്ടോ, ഒന്നും സംഭവിക്കൂല. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണത്. ഏറ്റവും മഹത്തരമായ ഒരു കാര്യം, നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും ഒക്കെ വെച്ച് പുലർത്തുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നിർദ്ദേശിച്ചൊരു കാര്യമാണ്.